വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് കുറെ നാളായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് കാണിച്ചു തരാം. നമുക്ക് അതിനകത്തേക്ക് അവരോട് തിരിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ കൂട്ടുകാരെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ കുഞ്ഞിപ്പണിന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ നമുക്കുണ്ടായ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്ത്. അപ്പോൾ അതിന്റെ താഴെ ഒരാള് മാത്രം ഭയങ്കര അതിനകത്ത് ഒരാളാണ് ഭയങ്കരമായിട്ട് വല്ലാണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതിനെതിരെ ഒന്ന് നമുക്ക് പറയണം നമുക്ക് തോന്നി. കാരണം നമ്മൾ തെറ്റായിട്ട് നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബർ നമ്മൾ പറഞ്ഞത് തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള എല്ലാ നഴ്സുമാരെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ പോയപ്പോൾ അവിടെ വർക്ക് ചെയ്ത നേഴ്സിനെ പറ്റിയാണ് നമുക്കുണ്ടായ ആ ബാഡ് എക്സ്പീരിയൻസിനെ പറ്റി മാത്രം നമ്മൾ ഷെയർ ചെയ്തത്. അല്ലാണ്ട് കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സുകളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. അത് ആ വീഡിയോ മര്യാദയ്ക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. ഇതിൽ ഏറ്റവും വലിയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു വ്യക്തിയാണ് നമ്മളെ ഭയങ്കര വീഡിയോയ്ക്ക് അവസാനം വരെയും വായിച്ച് ഓരോന്നോരോന്നായിട്ട് കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മളെല്ലാ നഴ്സുമാരും ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. നമുക്ക് ആ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒരു നേഴ്സ് നമ്മളോട് ചെയ്ത കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും വന്ന കമന്റ്സ് ആണ് ഇത്. അപ്പൊ അതിൽ വന്നേക്കതെന്ന് പറഞ്ഞിട്ട് ഒരു ദേവിക ബിനീഷ് എന്ന് പറഞ്ഞൊരു ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഈ മെസ്സേജ് മൊത്തം വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യത്തെ കമന്റ് വായിക്കാട്ടോ. വന്ന വഴി ഒരിക്കലും മറക്കരുത്, സാമാന്യ ആദിത്യ. അപ്പൊ കൂട്ടുകാരെ, വന്ന വഴി മറക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് വഴിയാണ് മറന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ്, അതായത് നമ്മൾ ജീവിച്ചു വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് തന്നെയാണ് വാക്സിൻ എടുത്തിട്ടുണ്ടാവുക. നമ്മളും അങ്ങനെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ജനിച്ചപ്പോഴേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവിടത്തെയാണ് നല്ലതെന്നോ ഇവിടത്തെയാണ് നല്ലതെന്നോ അങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു ഗവൺമെന്റിലെ എല്ലാവരെയും അല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. നമുക്ക് അന്നുണ്ടായ ബാഡ് എക്സ്പീരിയൻസ്. അവര് അന്ന് കുഞ്ഞിനെ വായില് മര്യാദയ്ക്ക് തുള്ളിമരുന്ന് കൊടുക്കണമെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള രീതി പൊളിപ്പിക്കുക, അങ്ങനെ പിടിച്ച പൊളിക്കൂല കുഞ്ഞുങ്ങള്. അതിന് പകരം ഭയങ്കര അമർത്തി പിടിച്ച് കുഞ്ഞിനെ കവള് വന്നിങ്ങനെ മൂക്കടഞ്ഞു. അപ്പോഴാണ് കുഞ്ഞ് കരയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പിടിക്കണ്ട, അവളല്ലാണ്ട് സക്ക് ചെയ്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുമല്ല, നമ്മള് ഇതിനു മുന്നേ വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ട്. അവിടുന്ന് അവരിങ്ങനെ വായ കൊടുക്കാൻ നേരത്തെ ഇപ്പൊ വാ തുറന്നില്ലേ തന്നെ അവർ ജസ്റ്റ് ഒന്ന് പിടിക്കും, അപ്പൊ തന്നെ കുഞ്ഞ് വാ തുറക്കും. ഇത് വല്ലാണ്ട് അവർക്കുള്ള അവരുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ കൊണ്ടോ അവരുടെ ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടെ ആയി വരുന്ന പേഷ്യൻസിന്റെ അടുത്താണ് അവർ ഇറക്കുന്നത്. നമുക്കത് നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് അത് ഇറക്കിയപ്പോൾ നമുക്ക് സങ്കടമായി, നമുക്കത് വിഷമായി, ബാഡ് എക്സ്പീരിയൻസ് ആയി തോന്നി. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ സേഫ്റ്റി പ്രയോറിറ്റിയാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മളത് പറഞ്ഞിരുന്നത്, നമുക്കുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ആ ദേവിക ബിനീഷിന്റെ മൊത്തം കമന്റ് ഇട്ടേക്കുന്നത്. അപ്പം അതിന്റെ അടുത്ത കമന്റ് മൊത്തം നെഗറ്റീവ് കമന്റ്സ് ഇട്ടിരിക്കുന്ന ആ ഒറ്റ പുള്ളിക്കാരിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്ലൗസ് മാറ്റിട്ടില്ലെന്ന്. അതായത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തൊട്ട് മുന്നേ പോയിരിക്കുന്ന ആൾക്കാരും എല്ലാ ആൾക്കാർക്കും അവർ ഒറ്റ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു അന്ന് വാക്സിൻ കൊടുത്തോണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും കൊടുത്തോണ്ടിരുന്നത്. നമ്മൾ നോക്കിയപ്പോ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അത് ഗ്ലൗസ് ചേഞ്ച് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് ചുമ്മാ എറിയാണ്. കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ അടുത്ത കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്ലൗസിനെ കുറിച്ചാട്ടോ. അതേ ആൾ തന്നെയാട്ടോ, ദേവിക ബിനീഷ് തന്നെയാണ് കമന്റ് ഇട്ടേക്കുന്നത്. ഗവൺമെന്റ് സ്റ്റാഫ് ഭക്ഷണം കഴിക്കുമ്പോഴും ഗ്ലൗ ഇട്ടായിരിക്കും അല്ലോ കഴിക്കുന്നത്. അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ അത് ഊരില്ലായിരിക്കും അല്ലേ? ഒരേ ഒരു കണ്ടുപിടുത്തം. നമ്മൾ പറഞ്ഞത് അന്നത്തെ വീഡിയോ പറഞ്ഞത് അന്നത്തെ നേഴ്സ് അവിടെ നിന്ന് ടോയ്ലറ്റിൽ പോയപ്പോൾ ഗ്ലൗസ് ഇട്ടാണ് പോയതെന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവരത് എന്താ അങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഈ ദേവിക ബിനീഷ് പിന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ചൊറിയെന്ന് വെച്ചാല്, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടിക്ക് തുള്ളിമരുന്ന് കവിള് ചുവന്ന് കുട്ടിയുടെ സ്കിന്ന് സോഫ്റ്റ് ആണ്, അത് പെട്ടെന്ന് കളർ ചേഞ്ച് ആകും. അതുപോലെ തിരിച്ചറിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികളാണോ നിങ്ങൾ? അപ്പൊ കൂട്ടുകാരെ, ഇങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത്. നമ്മുടെ കുഞ്ഞിന്റെ ഏതൊരു കുഞ്ഞും വെളുത്തതോ കറുത്തതോ എങ്ങനെയാണെങ്കിലും അങ്ങനെയൊന്നും അവർ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം മനുഷ്യ കുഞ്ഞാണ്. എങ്ങനെയാണെങ്കിലും കുഞ്ഞു ബേബികൾക്ക് എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിലും വേദനയ്ക്ക്, സ്കിന്നൊക്കെ സോഫ്റ്റ് ആണ്, ഭയങ്കര ഇതാണ്. അങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ച് കുത്തുവോ?
അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ പിടിച്ച് കുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പിടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും വേദന എന്താണെന്ന് മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞല്ലോ നോർമലായിട്ട് പിടിക്കാം, പക്ഷെ അവര് പിടിച്ച രീതി ഭയങ്കര മോശം, ഭയങ്കര ഹാമായിട്ടാണ് പിടിച്ചത്. ആദ്യം ഒന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത്ര മാത്രം. ആദ്യം ഒന്ന് കൊടുത്തു നോക്കും, എന്നിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാ തുറക്കാൻ നോക്കുക. എന്നിട്ടും കഴിച്ചില്ല എന്നാണെങ്കിൽ നമുക്ക് ബാക്കി എന്താ നോക്കുക. അല്ലെങ്കിൽ അമ്മേനോടൊന്ന് പറയും ഇങ്ങനെ കഴിക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ പിടിക്കാന്നോ, അങ്ങനെ ഒന്നുമല്ല. അത് ആദ്യം തന്നെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് കൊടുക്കാൻ നോക്കുന്നത്. അതിനാണ് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് അമ്മമാർക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ കമന്റില് ഈ വീഡിയോ ഇട്ടപ്പോ തന്നെ ഒത്തിരി അമ്മമാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു നീ ഇത് പറഞ്ഞത് നന്നായി, എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിരുന്നു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായ ഒരു നേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതേ സെയിം സിറ്റുവേഷൻ, എനിക്ക് ഇതേ സെയിം അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്കും പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതേപോലെ എനിക്ക് പേഴ്സണലായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പൊന്നു നീ പറഞ്ഞത് നന്നായിന്ന്. അപ്പൊ ഇത് ചെയ്ത ആ നേഴ്സിനും മാത്രമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കുട്ടികളെ അങ്ങനെ ചെയ്യാണ്ട് അവർക്കൊന്ന് കെയർ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അത് അത്രയും അന്നത്തായിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവന്ന ദേഷ്യമോ ബാക്കി എന്തെങ്കിലും കാര്യമോ, നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, ഇത്ര മണി തൊട്ട് ഇത്ര നേരം വരെ നിൽക്കണം, അങ്ങനെ ആക്കണം, ഇത്ര പേഷ്യന്റിനെ ഒഴിവാക്കി വിടണം, ചെയ്തു ഇതാക്കി വിടണം, അതൊക്കെ ജോലിന്റെ ഭാഗമാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്കനുസരിച്ച് ഈ നേഴ്സ് ഇങ്ങനെ ഹെൽത്ത് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഹെൽത്ത് ഫീൽഡൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്കതിനോടൊരു എന്താണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് എന്തായാലും വർക്ക് ചെയ്യുക. അതിനോടൊരു പാഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രമേ ഈ ഫീൽഡ് സെലക്ട് ചെയ്യുക കേട്ടോ. പറഞ്ഞ പോലെ അവരുടെ ദേഷ്യവും കാര്യങ്ങളൊന്നും തീർക്കാനുള്ളതല്ല അവിടെ പോകുന്ന പേഷ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ആ വീഡിയോ പറയുന്നത്. അപ്പൊ ദേവിക ബിനീഷ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ദേവിക ബിനീഷ് നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിനും ഭയങ്കര നെഗറ്റീവായുള്ള രീതി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബാഡായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയാൻ നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്നെ എന്തോ അറിയുന്ന വ്യക്തിയാണ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആദിത്യ എപ്പോഴാണ് നീ ഇത്ര റിച്ച് ആയതെന്ന്. ആദിത്യ എപ്പോഴാണ് നീ ഇത്ര റിച്ച് ആയതെന്ന്. ഇപ്പൊ കൂട്ടുകാരെ, ഞാൻ റിച്ച് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ആശുപത്രിയിൽ വാക്സിൻ എടുക്കാൻ പോകുന്നത് ഇത്ര റിച്ച് ആയിട്ടുള്ള പീപ്പിൾസ് ആണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എപ്പോഴാണ് റിച്ച് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. റിച്ച് ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. റിച്ച് ആയിട്ടില്ല ഇതുവരെ. റിച്ച് ആവുമ്പോ ദേവിക ബിനീഷിനോട് പറയാട്ടോ. എനിക്ക് തോന്നുന്നു നിന്നെ അറിയാവുന്ന ആളാന്ന് തോന്നുന്നു. നിന്നെ ആദിത്യ, നിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയാം. ആദിത്യ എപ്പോഴാണ് നീ ഇത്ര റിച്ച് ആയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അറിയാവുന്ന എന്താണ് നമ്മൾ ഇവളെ ഇഷ്ടമല്ലാത്ത ഇവളെ അറിയാവുന്ന ആൾക്കാരായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനിക്ക് അറിയത്തില്ല. ഉണ്ടാവും നിന്നെ. ഇല്ല, നീ അതിനാരാ നീ ഇഷ്ടപ്പെടാൻ? ദേവിക ബിനീഷ് പിന്നെ അടുത്ത കമന്റ് ആണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്. കൊറേ ഇട്ടേക്കോ വെറുതെ ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് വല്ലാണ്ട് വേറെ രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവിക ബിനീഷ് പിന്നെയും പറഞ്ഞിരിക്കുന്നുണ്ട്, എന്നിട്ട് കുട്ടി കൊടുത്തത് നിന്റേതാണോ അത് ഉദ്ദേശിച്ചത്? നിന്റെ കുട്ടി കൊടുത്തത് OPVയും RVVയും. ഈ മരുന്ന് പൊതുവെ കുട്ടിക്ക് കുടിക്കാൻ ഇഷ്ടമുണ്ടാകില്ല, നല്ല കയ്പാണ്, പൊതുവെ കുട്ടികൾ കുടിക്കാൻ താല്പര്യമുണ്ടാവില്ല. പിന്നെ വാക്സിനേഷൻ റൂമിൽ അമ്മ മാത്രം കയറ്റുന്നത് AEFI വരാതെ ഇരിക്കാനാണ്. നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് ഒരു വാക്സിനേഷൻ പോകുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ദേവിക ബിനീഷ് എന്താണ് കുറച്ച് ഹെൽത്ത് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നത്. ഈ വാക്സിനേഷന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പം OPV RVV ഈ മരുന്ന് പൊതുവെ നല്ല കയ്പാണ്, പൊതുവെ കുട്ടികൾക്ക് കുടിക്കാൻ താല്പര്യമില്ല. നമുക്കറിയാം. അത് വാക്സിൻ ആകുമ്പോ കുഞ്ഞ് എന്താണ് വലിയ മധുരവും കാര്യമൊന്നുമില്ല, തേൻകട്ടല്ലേ കൊടുക്കുന്നത്. മുലപ്പാല് കുടിക്കുന്ന ഒരു കൊച്ചിന് വേറെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പച്ചവെള്ളം പോലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തുപ്പത്തേ ഉള്ളൂ എന്ന് അതറിയാം. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. അത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം കൊടുത്തു നോക്കിയിട്ട് കുടിച്ചില്ലെങ്കിൽ മാത്രമല്ല, നമ്മൾ പിന്നെയും പറയുന്നത്, കുടിച്ചില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്. അതേപോലെ പിന്നെ വാക്സിനേഷൻ റൂമിൽ അമ്മയെ മാത്രമാണ് കയറ്റുന്നത്. നമ്മുടെ തൊട്ട് മുന്നേ അതിന് മുന്നേ ഒക്കെ കേറിയ വ്യക്തി ആ ഒരു കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയാണ് ആ കുഞ്ഞ് ബേബിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയുന്നത്, നിങ്ങൾ ഫാമിലി ആയിട്ടാണോ ഒരു വാക്സിനേഷന് പോകുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു, നമ്മളന്ന് ഡൂഡുവിനും വാക്സിനേഷൻ, ഡൂഡു എന്തായിരുന്നു തുള്ളിമരുന്ന് കൊടുക്കാൻ, വിറ്റാമിന്റെ
തുള്ളി മരുന്നുണ്ടായിരുന്നു ഡൂഡുവിനും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മളൊരു കാര്യത്തിന് പോകുമ്പോ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും. കാരണം ഇവിടുന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. യുകെന്ന് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് എടുക്കുന്ന ഒരു വാക്സിൻ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഇതിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, ഒരു ഇവിടെ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞേച്ചിയാണ് ഡൂഡുവിന് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞേച്ചിക്ക് അതറിയാം. അതേപോലെ ഡൂഡുവിനും വാക്സിൻ അല്ല, വൈറ്റമിൻ്റെ സിറപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മി നമ്മുടെ കൂടെ സ്വാഭാവികമായിട്ട് വന്നു. ഇതിനിപ്പോ ഇത്രമാത്രം നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്നതിന് ഇവരെന്തിനാ അതൊക്കെ ബോധേടാവേണ്ട ആവശ്യം ഒരു കാര്യമില്ല. അവർക്ക് ഭയങ്കര വിഷമായി പോയി. നമ്മള് ഫാമിലി ആയിട്ട് വാക്സിൻ എടുക്കാൻ പോയത് ദേവിക ബിനീഷിന് ഭയങ്കര വിഷമായിട്ടുണ്ട് കേട്ടോ. ദേവിക ബിനീഷിന്റെ വീട്ടുകാരെയും കൂട്ടിയല്ല നമ്മൾ പോയത്, ഞാൻ കൂട്ടിക്കൊണ്ടുപോയി എന്റെ വീട്ടുകാരെ കൂട്ടിയിട്ടാണ് പോയത്. ദേവിക ബിനീഷ് ഇത്ര സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ദേവിക ബിനീഷ് പിന്നെ പറയുന്ന എന്റെ തൊട്ട് താഴെ ഇങ്ങനെ വലിയ കമന്റ് ആയിട്ടോ അയച്ചിട്ടുള്ള കാണാൻ. ഫസ്റ്റ് നിങ്ങൾ ഡോക്ടറിനെ കാണാൻ പറഞ്ഞത് ഫോറിൻ കൺട്രിയിലെ വാക്സിൻ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതായത് നമ്മൾ വാക്സിനേഷൻ 2 ഡോസ് വാക്സിനേഷൻ കുഞ്ഞിന് നമ്മൾ UK കൊടുത്തപ്പോ ബാക്കി ഡോസാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തത്. അപ്പൊ ഇവിടെ നിന്ന് കൊടുത്ത ഡോസ് എന്താണ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് UK നമ്മൾ കൊടുത്ത വാക്സിൻ ഇവിടുത്തെ വാക്സിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടറിനെ കാണേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മൾ ഡോക്ടറിനെ കാണേണ്ടി വന്നതിനെ നമ്മൾ എന്താണ് കുറ്റം പറഞ്ഞു ഒന്നുമില്ല. ഡോക്ടറിനെ കാണാൻ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് മാത്രമൊന്നല്ല, നമ്മളെല്ലാ വാക്സിൻ എടുക്കാൻ പോകുന്നവരും ഡോക്ടറിനെ കണ്ട് സൈൻ ചെയ്യിപ്പിക്കണം അല്ലേ? നമ്മുടെ മുന്നിലുള്ളവരൊക്കെ ഒപ്പിച്ചിട്ടെടുത്ത് ഡോക്ടറിനെ കാണണമായിരുന്നു. ദേവിക ബിനീഷിനെ അറിയാത്തതുകൊണ്ടാണ് ഇത് അന്നത്തെ സംഭവം നടന്നതെന്ന് വെച്ചാല്. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, വാക്സിൻ എടുക്കുന്നതിന് ഡോക്ടറിനെ കാണുന്നോ, അതെന്താന്ന്, അത് ചിലപ്പോ ഇവിടുത്തെ നിയമമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. അത്രേ ഉള്ളൂ. പുതിയ എന്തെങ്കിലും നിയമം വന്നാന്ന് അറിയത്തില്ല കേട്ടോ. അന്നത്തെ സംഭവം നടന്ന വെച്ചാൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു 2 ദിവസം മുന്നേ കുഞ്ഞിനെ പനിക്കോ വയറിളക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അതായത് ഈ വാക്സിൻ കൊടുക്കുന്നതിന് മുന്നേ കുഞ്ഞിന്റെ ഹെൽത്ത് 100% ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞത്. അപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിക്കും, നമ്മൾ ഓക്കെ പറയും. അപ്പോൾ ഓക്കെ ആണെങ്കിൽ വാക്സിൻ എടുക്കാൻ എലിജിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയിട്ട് നമുക്ക് വാക്സിൻ എടുക്കാം. അതിനാണ് നമ്മൾ ഡോക്ടറിനെ കണ്ടത്. അല്ലാണ്ട് അവിടുത്തെ വാക്സിനും ഇവിടുത്തെ വാക്സിനും രണ്ടും രണ്ടല്ല. ഈ പറഞ്ഞ പോലെ OPVയും RVVയും ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൊടുക്കുന്ന സെയിം സാധനം തന്നെയാണ്. ഇത് വേറെ ഒരു വാക്സിൻ ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഒരേ കമ്പനിയുടെ തന്നെ 2 ഡോസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഒരു ഡോസ് നമ്മൾ അവിടെ നിന്ന് കൊടുത്തിരുന്നത്, സെക്കൻഡ് ഡോസ് സെയിം കമ്പനിയാണ് കൊടുക്കാൻ, പക്ഷെ അത് ഇവിടെ ലഭ്യമല്ല. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന്. അല്ല, ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് കൊടുത്ത വാക്സിൻ മാത്രമാണ് ഇവിടുന്ന് കൊടുക്കുള്ളൂ എന്നാണ് ആ നേഴ്സ് പറഞ്ഞത്. അല്ലാണ്ട് ദേവിക ബിനീഷ് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അത് മണ്ടത്തരം ആണ് പറഞ്ഞത് കേട്ടോ ദേവിക ബിനീഷ്. പിന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, നീയും ഗവൺമെന്റ് വാക്സിൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ വേറെ കൺട്രിയിൽ പോയി 2 വർഷം നിന്നു വെച്ച് ഇത്ര അഹങ്കാരം പാടില്ലാന്ന്. നമ്മളെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മള് ഇപ്പൊ എന്താണ് കുറച്ച് നാൾ UK ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നു. നമ്മള് എത്രമാത്രം അഹങ്കരിച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ നമ്മളെ അറിയാവുന്ന ആൾക്കാർ. നമുക്ക് അഹങ്കരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നല്ലോ. നല്ല അഹങ്കാരം എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെ എത്രമാത്രം അഹങ്കരിച്ച് ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് എന്തൊരു ദൂരത്തായിരുന്നല്ലോ. ഞാൻ അഹങ്കാരം കാരണം ഭയങ്കര അഹങ്കാരികളായിരുന്നല്ലോ നമ്മള്. അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യാനുള്ള രീതി തന്നെ ഇറങ്ങി പുറപ്പെട്ട് കമന്റ്സ് ഇട്ട ആളാണ് ഈ ദേവിക ബിനീഷ്. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമന്റ്സ് ഒന്നും ഭാവിയിൽ ഇടാതിരിക്കുക. നമുക്ക് എന്താണ്, നമ്മൾ നിങ്ങളെ വിഷമിപ്പിക്കാനോ ഒന്നിനും നമ്മൾ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് മോശമല്ലേ ദേവിക ബിനീഷ്. അപ്പൊ അതിന് പുറമെ തന്നെ നമ്മുടെ കുറെ കൂട്ടുകാര് എന്താണ് ആ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാർ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കണ്ട കേട്ടോ. കാരണം എന്താണ് അവരവരുടെ എന്തിലാവട്ടെ ആദ്യം മുതലേ നടന്ന കാര്യം നമ്മൾ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾക്കുണ്ടായി ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരെ ഡൂളാണ് ഇത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയുള്ള കൂട്ടുകാർ വീഡിയോ മറ്റു നാളെ കാണാം.